+1 ചാപ്റ്റർ 3 ട്രിഗണോമെട്രി NCERT ടെക്സ്റ്റിലെ ഫുൾ ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസും ഇത്രയും മാത്രം സമയത്തില് ഏത് മണ്ടനും മനസ്സിലാകുന്ന പോലെ 6 മാസം വരെ നിങ്ങൾ മറക്കാത്ത പോലെ ഈസി ആയിട്ടും എവിടുത്തെ സ്ട്രിക്റ്റ് ടീച്ചറും ഫുൾ മാർക്ക് തരുന്ന പോലെ ഞാൻ പഠിപ്പിച്ചു തരാം. നീ ഏതാടാ, നിന്നെ എങ്ങനെ വിശ്വസിക്കും? ഇതേപോലെ തന്നെ പഠിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് കുറെ സിലബസ് തീർത്ത് ഞാൻ +2 സയൻസിൽ ഫുൾ A+ മേടിച്ചത്. ഡിഗ്രിയിലെ മാർക്സും CUT-ലെ മാർക്സും എല്ലാം നോക്കിയോ. പിന്നെ വലിയൊരു വാണിംഗ് ഞാൻ തരുവാ, വീഡിയോ അവിടുന്ന് ഇവിടുന്നൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് മണ്ടനായ എനിക്ക് ഫുൾ A+ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തുടക്കം മനസ്സിലായി, അല്ലെങ്കിൽ എല്ലാ തലവത്തും പറഞ്ഞാലും ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കും. 50 ഡിഗ്രി 20 മിനിറ്റിനെ റേഡിയൻ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്നെ ഡിഗ്രി, ഇത് 40 അല്ല 41 അല്ല, അതിന് നടുക്കുന്ന ഒരു സാധനം. ഇതെന്ന് പറഞ്ഞ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രിയുടെ ചെറിയ അളവ്. അതായത് ഇത് മീറ്റർ ആണെങ്കിൽ ഇത് സെന്റിമീറ്റർ, അങ്ങനെ. അതേപോലെ തന്നെയാണ് ഈ മിനിറ്റിനെയും ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/3 കിട്ടും. ഇനി ഇതിനെ 2 കൂട്ടണമെങ്കിൽ അടി രണ്ടും ഒരേ ഡിനോമിനേറ്റർ ആക്കണം. അപ്പോൾ നമ്മൾ വെറുതെ വിട്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ മാറത്തില്ലേ, ചെറിയതായി പോകത്തില്ലേ, 40/3 ആയി പോകത്തില്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മണ്ടയിൽ ഒരു 3 ഇട്ട് കൊടുക്കണം. × 3 വെട്ടിപ്പോയാൽ 40 തന്നെയല്ലേ, അപ്പോൾ അതിൽ ഒരു വ്യത്യാസവും ഇല്ല. 3 × 40 എന്ന് പറയുമ്പോൾ 120 വരും. 121/3. ഇത് 3 അല്ലേ, അത് 3 തന്നെ ആവും. ഇനി ഇതിനെ റേഡിയനിലോട്ടാക്കണമെങ്കിൽ ഒറ്റ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. ഈ സാധനം കൊണ്ട് ഇൻറ്റു ചെയ്യുക, അപ്പോഴത്തേനും അത് റേഡിയൻ ആയിക്കോളും, അത്രേ ഉള്ളൂ. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 121π / 540 റേഡിയൻ. റാഡെന്ന് എഴുതിയാലും കുഴപ്പമില്ല, അങ്ങനെയാണ്. നേരെ തിരിച്ച് റേഡിയനെ ഡിഗ്രിയിലോട്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ π/180 നേരെ തല തിരിഞ്ഞ് 180/π ആകും. 6 റേഡിയനെ ഡിഗ്രിയിലോട്ടാക്കാൻ വേണ്ടി 6 × 180/π തീർന്നു. ഈ സർക്കിൾ കണ്ടോ, ഇതിന്റെ ഇത്രേലത്തെ ലെന്ത് തന്നിട്ടുണ്ട്. ഇത്രേലത്തെ ലെന്ത് എന്ന് പറഞ്ഞാൽ ആർക്ക് ലെന്ത് ആണ്, അത് തന്നിട്ടുണ്ട്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ റേഡിയസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഈ റേഡിയസ് കണ്ടുപിടിക്കേണ്ടത്? നേരെ ഈ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. L = R × θ. L എന്ന് പറഞ്ഞ ആർക്ക് ലെന്ത്, R എന്ന് പറഞ്ഞ റേഡിയസ്, θ എന്ന് പറഞ്ഞ ആംഗിൾ. ഏതാ, ഡിഗ്രിയിലാണോ? അല്ല, റേഡിയനിൽ ആംഗിൾ വേണം. വലിയൊരു പ്രശ്നമുണ്ട്, ആംഗിൾ ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നത്. അതിനെ റേഡിയനിലോട്ട് മാറ്റിയാലേ ഈ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 60 × π/180. വേറെ പ്രശ്നമുണ്ട്, ഈ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട് π എന്ന് പറഞ്ഞാൽ 22/7 ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നു 22/7 × 180. അപ്പം 11/21 റാഡ്. അതാണ് റേഡിയനിലുള്ള ആംഗിൾ. ഇനി നേരെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. L നമ്മുടെ കയ്യിലുണ്ട്. L എന്ന് പറഞ്ഞാൽ ആർക്ക് ലെന്ത് 37.4 സെന്റിമീറ്റർ = R × 11/21. ഈ 11/21 ഇപ്പുറത്ത് പോകുമ്പോൾ തലകുത്തി 21/11 ആകും. അതാണ് 6. ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 6 കിട്ടും. 71.4 സെന്റിമീറ്റർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ, ഈ 2 സർക്കിളിൻ്റെയും റേഷ്യോ ഓഫ് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം വെച്ച് എങ്ങനെയാണ് റേഷ്യോ ഓഫ് റേഡിയസ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ഇവനെ സോപ്പിട്ട് റേഡിയസ് മാത്രം കാണാവുന്ന പോലെ ആക്കണം. 6 മാത്രം മതി, നേരത്തെ ഇതുപോലെ തന്നെ. 6 ഈ തീറ്റേനെ അങ്ങോട്ട് വിടുന്നു, L/θ ആക്കുന്നു. ഈ തടിയൻ സർക്കിളിന്റെ റേഡിയസ് ആണ് R1. അതിന്റെ ഫോർമുലയാണ് L/θ1. R2 ആണ് കുഞ്ഞു സർക്കിളിന്റെ റേഡിയസ്, അതാണ് L/θ2. ഇതിന്റെ രണ്ടിന്റെ L സെയിം ആണ്, അതുകൊണ്ട് L1 L2 എന്ന് ഇടുന്നില്ല. സെൻട്രൽ ആംഗിൾ ഡിഫറെന്റ് ആണ്, അതാണ് θ1 θ2 എന്ന് ഇട്ടേക്കുന്നത്. L രണ്ട് സെയിം ആയതുകൊണ്ട് L തന്നെ ഇട്ടാൽ മതി. ഇത് തടിയൻ സർക്കിൾ, ഇത് മൊത്തം തടിയൻ സർക്കിളിന്റെ, ഇത് കുഞ്ഞു സർക്കിളിന്റെ. റേഷ്യോ കിട്ടാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നു, R1/R2 എന്ന് എഴുതുന്നു. ഇത് എന്തിനെ എങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇതിന്റെ റേഷ്യോ ആണല്ലോ, ഡിവൈഡ് ചെയ്യുക. R1/R2 ഡിവൈഡ് ചെയ്യുക. R1 എന്തായിരുന്നു, L/θ1. R2 എന്തായിരുന്നു, L/θ2. L സെയിം അല്ലേ, 2 കട്ടായി പോയി. അപ്പോൾ അവിടെ എന്ത് വരും, 1 മാത്രം വരും. ഈ സാധനം ഡിവൈഡഡ് ബൈ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് റൂളാണ്. 1/θ1 1/θ2 എന്ന് പറഞ്ഞാൽ ഇതിന് ഈക്വലാണ്. 1/θ1 അതേപോലെ എഴുതി, ഇത് തിരിച്ചിട്ട് എഴുതി θ2/1. എന്നിട്ട് ഇത് ഇൻറ്റു ചെയ്യുന്നു. 1 × θ2 എത്രയാണ്, θ2 തന്നെയാണ്. θ1 × 1 θ1 തന്നെയാണ്. നമുക്ക് ആൻസർ കിട്ടി, അത്രേ ഉള്ളൂ. R1/R2 എന്ന് പറഞ്ഞാൽ θ2/θ1 ആണ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. θ2 എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, θ1 എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പോൾ ഇതാണ് റേഷ്യോ 22:13. എക്സസൈസ് 3.1 ഇതുപോലെ എക്സസൈസിന്റെ 2 എണ്ണം കൂടെ കഴിഞ്ഞാൽ പാഠം ഇനി തീർന്ന്, അത്രേ ഉള്ളൂ. സ്ട്രേറ്റ് നമുക്ക് 3ാമത്തേലോട്ട് കിടക്കാം. ഞാൻ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ ചെയ്ത അതേ മോഡലാണ്, നമ്പർ മാത്രം വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. 3ാമത്തേലോട്ട് കിടക്കാം. 5π/3 ഡിഗ്രിയിലോട്ട് മാറ്റാൻ വേണ്ടി ഉണ്ടായതിൻ്റെ 180/π. അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. അപ്പം ഈ 2 പൈയും കട്ടായി പോവും. 5 × 180 / 3 എന്ത് വരും, ഇത്രയും വരും. അടുത്ത ദിവസം -4 റാഡിന് ഡിഗ്രിയിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നങ്ങളുണ്ട്. പൈ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 22/7 പൈ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റാഡിന്റെ ഡിഗ്രിയിലോട്ട് മാറ്റാൻ എന്തായാലും 180/π എന്ന് കൊടുക്കണം. 180/π എന്ന് പറഞ്ഞാൽ ഈ പൈ
ആ പൈയുടെ സ്ഥാനത്ത് ഇതിട്ട് കൊടുക്കണം 22/7. ഇങ്ങനെ വന്നാൽ നേരത്തെ A/B ഓൾ ഡിവൈഡഡ് ബൈ C/D എന്നല്ല പറഞ്ഞ, ഇപ്പം A/B/C ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ തന്നെ ഇരിക്കും. ഇത് നേരെ തലംകുത്തി വരും 7/22 -4 അതേപോലെ 180 അതേപോലെ ഇത് മാത്രം തലംകുത്തി ഇങ്ങനെ വരും 7/22. ഇത് കണ്ടുപിടിച്ച ആൻസർ കിട്ടി, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മെയിൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സർക്കിള് ഇങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങി ഇവിടെ വന്നു 360 ഡിഗ്രി കറങ്ങി വന്നാൽ, ഇപ്പം ഇത് 360 ഡിഗ്രി മൊത്തം കറങ്ങിയില്ലേ, അതാണ് 2π. 360 ഡിഗ്രി ഈക്വൽ ടു 2π ആണ്. അപ്പോൾ 180 ഡിഗ്രി എന്തായിരിക്കും? 2πയുടെ പകുതി π ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വീല് 1 മിനിറ്റിൽ 360 പ്രാവശ്യം കറങ്ങും. അങ്ങനാണെങ്കിൽ ഒറ്റ സെക്കൻഡിൽ അത് എത്ര റേഡിയനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന്. ഒരു കറക്കം കറങ്ങുമ്പം 2π ആണെങ്കിൽ 360 കറക്കം കറങ്ങുമ്പോൾ എത്ര π ആണ്? 360 കറക്കം കറങ്ങുമ്പം ഇൻറ്റു 2π എന്ന് പറഞ്ഞാൽ 360 കറക്കം കറങ്ങുമ്പം ഇത്രയും π അത് കറങ്ങും. 1 മിനിറ്റിൽ ഇത്രയും π കറങ്ങുന്നുണ്ട്. ഈ 360 ക്വസ്റ്റ്യനിലുണ്ട്. ഒരു സെക്കൻഡിൽ എത്ര എന്നല്ല കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം 60 സെക്കൻഡാണല്ലോ 1 മിനിറ്റ്. അപ്പം 12 π. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് ബാക്കി എന്തൊക്കെ തന്നിട്ടുണ്ട്? ആർക്ക് ലെന്ത് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ L = R × തീറ്റ കാണാൻ വേണ്ടി ആറിന് ഇപ്പുറത്തോട് കൊണ്ടിരുന്നു. L/R = തീറ്റ. L/R എന്നല്ല പറഞ്ഞത്, തീറ്റ L/R 22/100 കണ്ടുപിടിച്ചു, റേഡിയൻ കണ്ടുപിടിച്ചു. ഇനി ഇതിന് ഡിഗ്രിയിലോട്ട് മാത്രം മാറ്റിയാൽ മതി. ഡിഗ്രിയിലോട്ട് മാറ്റാൻ വേണ്ടി 180/π ചെയ്യുന്നു. 22/7 പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ തലകുത്തി വരും. ഇതെങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും ആൻസർ കിട്ടും, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സർക്കിൾ തന്നിട്ടുണ്ട്. 40 സെന്റിമീറ്റർ ഡയമീറ്റർ, അതായത് 20 സെന്റിമീറ്റർ റേഡിയസ്, 20 സെന്റിമീറ്റർ റേഡിയസ് പകുതിക്ക് വെച്ച് 40 സെന്റിമീറ്റർ ഡയമീറ്റർ. പിന്നെ ഈ കോഡിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. ഈ കോഡിന്റെ ലെങ്ത് ഒരു 20 സെന്റിമീറ്റർ ആണ്. കോഡിന്റെ മേജർ ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ വലിയ ആർക്ക്, കോഡിന്റെ മൈനർ ആർക്ക് ഇതാണ്. മൈനർ ആർക്കിന്റെ ലെന്ത് ആണ് ചോദിച്ചേക്കുന്നത്. ഇത്ര സാധനം തന്നിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. C = 2R sin θ/2. നേരെ ഇട്ട് കൊടുക്കുന്നു. സി എന്ന് പറഞ്ഞാൽ കോഡ് ലെങ്ത് 20 അന്ന് കൊടുത്തിട്ടുണ്ട്. 20 ഇട്ട് കൊടുത്തു. 2 അതേപോലെ ഇട്ട് കൊടുത്തു. R എന്ന് പറഞ്ഞാൽ ആ ഡിന്റെ പകുതിയാണ്, മീറ്ററിന്റെ പകുതിയാണ് 6. 20 ഇട്ട് കൊടുത്തു. പിന്നെ sin θ/2 അതേപോലെ എഴുതി. ഇത് ഇൻറ്റു ചെയ്ത് 40 ആയി. 20 = 40 × sin θ/2. 40 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ 20 / 40 ആയിട്ട് വരും. അതായത് അരയാണ്. അര എന്ന് പറഞ്ഞാൽ sin θ/2 ആണ്. ഈ ടേബിൾ നോക്കി, sin 30 എന്ന് പറഞ്ഞാൽ അരയല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. θ/2 എന്ന് പറഞ്ഞ് 30 കിട്ടി. ഇത് θ/2 ആണ്, ആൻസർ അല്ല. തീറ്റ കാണാൻ വേണ്ടി ഈ 2 ഇപ്പുറത്തോട് കൊണ്ട് ചെല്ലുന്നു. ശരിക്കുള്ള θ/2 എന്ന് പറഞ്ഞാൽ 30, അതായത് അരയാണ് ആൻസറിന്റെ പകുതിയാണ് 30. ശരിക്കുള്ള ആൻസർ 60 ആണ്. ഈ 2 ഇപ്പുറത്തോട് കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്തു. അപ്പം ആൻസർ കിട്ടി 60. പക്ഷെ വലിയൊരു പ്രശ്നമുണ്ട്, അത് ആൻസർ അല്ലായിരുന്നു കേട്ടോ. അത് സെൻട്രൽ ആംഗിൾ ആയിരുന്നു. ഇതിനെ ഒന്ന് റേഡിയനിലോട്ടാക്കി ആൻസർ കിട്ടി. റേഡിയനിലോട്ടാക്കാൻ വേണ്ടി π/180 നേരത്തെ പറഞ്ഞായിരുന്നു. ഇൻറ്റു ചെയ്യുമ്പം ഇത് കിട്ടി. എന്നിട്ട് ഈ ഇക്വേഷനിലോട്ട് കിട്ടാൻ മതി. ആർക്ക് ലെന്ത് കാണാൻ വേണ്ടി മറ്റേ ഇക്വേഷനിലോട്ട് ഇടുന്നോ. L = R ന് തീറ്റ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. ഇതിനകത്ത് എല്ലാം അറിയാം. ആർക്ക് ലെന്ത് കാണാൻ വേണ്ടി 20 × 22/21 ഇടുന്നു. അപ്പത്തേനും ആൻസർ കിട്ടും. ഇതാണ് ആർക്ക് ലെന്ത്. തീർന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോണം. 2 സർക്കിളില് സെയിം ആർക്ക് ലെന്ത് ആണ്, പക്ഷെ അതിന് ആംഗിൾ വ്യത്യാസമാണ്. ഒരെണ്ണത്തിന്റെ 60 ഡിഗ്രിയും ഒരെണ്ണത്തിന്റെ 75 ഡിഗ്രിയാണ് ഈ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ. സെന്ററിൽ ഈ റേഡിയസിന്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. ഈ ലെന്ത് 2 സെയിം അല്ലേ, ഒരേ ആർക്ക് ലെന്ത് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈക്വൽ ടു അപ്പുറത്തുള്ള 2 സെയിം ആണെങ്കിൽ ഈക്വൽ ടു ഇപ്പുറത്തുള്ള 2 സെയിം ആണ്. അത് റൂളാണ്, അത് നിങ്ങൾ പഠിക്കണേ. ഇത് 2 സെയിം ആണ്. സെയിം ആക്കി എഴുതിയോ. ഇനി ഇതിന് ഇങ്ങനെ എഴുതുന്നു. ഇങ്ങനെ കണ്ടാലേ റേഷ്യോ കാണാൻ പറ്റത്തുള്ളൂ. മുമ്പ് നമ്മൾ ചെയ്തായിരുന്നല്ലോ. ഇങ്ങനെ ചെയ്യുമ്പം θ1 താഴോട്ട് വരും. θ2/θ1 ആവും. θ2/θ1 ആയി. R2 ഇല്ലേ, ഇത് ഇപ്പുറത്തോട്ട് പോകുന്നു. അപ്പം R1/R2 ആവുന്നു. ഈ θ1 ഇപ്പുറത്തോട്ട് വരുന്നു. θ2/θ1 ആവുന്നു. ഇതിന് റേഡിയനിലാക്കിയാലേ അതിനോട് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. തീർന്നു. R1/R2 എന്ന് പറഞ്ഞാൽ θ2/θ1. θ2 രണ്ടാമത്തെ തീറ്റ ഇതാണ്. ഒന്നാമത്തെ തീറ്റ ഇതാണ്. θ2/θ1 ഇട്ട് കൊടുത്തു. ഇങ്ങനെ വന്നാൽ എന്തോ ഇതിനകത്തുണ്ടോ ഈ π2 നമ്മൾ വെട്ടിക്കളയുന്നു. ഇത് ഒന്നാമത്തെ സാധനം അതേപോലെ എടുത്തെഴുതുന്നു. ഇനി അടിയിലത്തെ സാധനം ഈ പൈ വെട്ടിക്കളഞ്ഞില്ല, അപ്പോൾ 1 മാത്രമേ ഉള്ളൂ. എന്ത് സാധനം ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ അപ്പോൾ 1 മാത്രമേ വരത്തുള്ളൂ. ഈ 1/3 എന്നുള്ളത് 3/1 ആക്കി തിരിച്ചിട്ടിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ റേഷ്യോ കിട്ടി 5:4. ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ ലെങ്ത് 75 തന്നിട്ടുണ്ട്. ആർക്ക് ലെങ്തും തന്നിട്ടുണ്ട്. ഓരോ ഓപ്ഷനായിട്ട് ആർക്ക് ലെങ്ത് തന്നിട്ടുണ്ട്.
അപ്പോൾ ഏറ്റവും ഈസിയാ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. പെൻഡുലം സ്വിങ്ങിങ് സർക്കിൾ പോലെ, അപ്പോൾ റേഡിയസ് ആണ് ലെങ്ത്. ഇങ്ങനെ ചെയ്ത് അപ്പം ഇത്ര റാഡെന്ന് കിട്ടി, തീർന്നു. സെക്കൻഡ് തേർഡ് സെയിം ആണ്, അത്ര ഉള്ളു, കഴിഞ്ഞു. അടുത്ത സെക്ഷനാണ് ഇത്. ഇതിൽ നിന്ന് വരുന്ന പാടുള്ള ക്വസ്റ്റ്യൻസ് LKG പിള്ളേർക്ക് പോലും എങ്ങനെ ഈസി ആയിട്ട് ഇത് ഫുൾ മാർക്ക് മേടിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. കോസെക്സ് എന്ന് പറഞ്ഞാൽ 3/5 ആണ്. അത് തേർഡ് ക്വാഡ്രന്റിലാണ്. ഈ എല്ലാ ട്രിഗോണോമെട്രി ഫംഗ്ഷൻസും കണ്ടുപിടിക്കുക. ഇതിന്റെ ഈസി വഴി എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് നിങ്ങൾക്കറിയാം. അഡ്ജസെന്റ് 3 ആയിട്ട് കൊടുക്കുന്നു, ഹൈപ്പോട്ടനസ് 5 ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ബേസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാലോ, ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് അഡ്ജസെന്റ് സ്ക്വയർ. അങ്ങനെ 4 കിട്ടി നിങ്ങൾക്ക്. ഇതെല്ലാം കിട്ടി. ഇനി ഇതും വെച്ച് ബാക്കിയുള്ള മൊത്തം കണ്ടുപിടിക്കുന്നു, ക്വസ്റ്റ്യൻ തീർന്നു. സൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്, 5 ആണ്. ഇനി മൈനസ് എങ്ങനെ വന്നു? എക്സ് തേർഡ് ക്വാഡ്രന്റിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ ഞാനും അതിന്റെ ഓപ്പോസിറ്റ് കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ചിഹ്നം വന്നത്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ എക്സ് പറഞ്ഞ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്, അതായത് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 4, അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ 3. ഇനി കൊസീക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് സൈൻ ആണ്. സൈൻ ഏതാ കിട്ടിയേ? 4/5. നേരെ 5/4 എന്ന് വെച്ച് കൊടുത്താൽ മതി, മൈനസ് ചിഹ്നം ഉണ്ട്. സീക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് കോസ്. കോസ് ഏതാണ് കിട്ടിയത് നമുക്ക്? 3/5. ഇത് 5/3 ആണ്, മൈനസ് ആണേ ഉള്ളൂ. ടാൻ അവിടെ പോസിറ്റീവ് ആണല്ലോ, ടാനും കൂട്ടും അവിടെ പോസിറ്റീവ് ആണല്ലോ, അതുകൊണ്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. ഇതിൽ നിന്ന് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, 2π ചുറ്റിയ, അതായത് 360 ഡിഗ്രി ചുറ്റിയ തുടങ്ങിയെടുത്ത് പിന്നെ വന്നിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇതിൽ എത്ര 2πകളുണ്ടോ അതെല്ലാം മൈനസ് ചെയ്യണം. 2πയുടെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റുന്നത് 30π ആണ്. 30π/3 മൈനസ് ചെയ്യുന്നു, വെറും π/3 മാത്രമായിട്ട് കിട്ടുന്നു. ഇതിൽ നിന്ന് 30π/3 മൈനസ് ചെയ്യുന്നു, വെറും π/3 മാത്രം കിട്ടുന്നു. സൈൻ π/3യുടെ ഇത് നമുക്കറിയാം, ആ ടേബിൾ നോക്കിയാൽ മതി. അതാണ് ആൻസർ, തീർന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. 360ന്റെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു, അപ്പോൾ തന്നെ നമുക്ക് 90 ഡിഗ്രി കിട്ടുന്നു. കോസ് 90 0 ആണ്, തീർന്നു. ഇനി അടുത്ത എക്സസൈസ് 3.2. ഇതിൽ ഈസി 10 ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞാൽ ചാപ്റ്ററിന്റെ ലാസ്റ്റ് എത്തും. ഇത്രേ സാധനം 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ആദ്യം ഇത് നോക്കാം. സൈൻ π/6 എന്ന് പറഞ്ഞാൽ അരയാണ്, ആ ടേബിൾ നോക്കിയാൽ മതി. ഇനി സീക്ക് π/3 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഓപ്പോസിറ്റ് ടു കോസ് ആണ്, അതുകൊണ്ട് കോസ് ആണ്. ഈ ടേബിൾ നോക്കിയാൽ മതി, നേരെ തല തിരിച്ചു വരുന്നു. ഇനി സൈൻ 5π/6. സൈൻ 5π/6 എന്ന് പറഞ്ഞാൽ 2πയുടെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ മൈനസ് ചെയ്യുന്നു, അപ്പം π/6 വരുന്നു. സൈൻ π/6 എന്ന് പറഞ്ഞാൽ അര തന്നെ, നേരത്തെ നമ്മൾ ചെയ്തു. ഇനി കോട്ട് π/4 എന്ന് പറഞ്ഞാൽ 1. ഇനി ഓരോ ടേമും കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ആൻസർ എല്ലാം കിട്ടി. ഇതെല്ലാം ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് ടേം എന്താ പറയുന്നത്? 3 × 1/2 × 2 വരും, 3 വരും. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 4 × 1/2 × 1 എന്ന് പറഞ്ഞാൽ 2 വരും. അപ്പം മൈനസ് സെക്കൻഡ് ടൈം അല്ലായിരുന്നു, 3/2 = 1 എന്ന് പറഞ്ഞു വന്നു, പ്രൂവ് ചെയ്തു, ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൈൻ 15ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ സൈൻ 15നെ നമ്മളിങ്ങനെ എഴുതുന്നു, 45 - 30 15 ആണല്ലോ, ഇങ്ങനെ എഴുതുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി? നമുക്ക് ആകെ ഒറ്റ ഫോർമുല അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോമിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയത്. അപ്പോൾ ഈ ഫോമിൽ എഴുതി. ഈ ഫോർമുല എന്താണ്? സൈൻ A - B = ഇത്രേ സാധനമാണ്. അപ്പം സൈൻ 15 എന്ന് പറഞ്ഞാൽ 45 - 30 അല്ലേ, ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് A ആണ്, 45 എന്ന് പറഞ്ഞാൽ A ആണ്, 30 എന്ന് പറഞ്ഞാൽ B ആണ്. സൈൻ A കോസ് B കോസ് A സൈൻ B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇതെല്ലാം കണ്ടുപിടിക്കുന്നു. സൈൻ 45 എന്ന് പറഞ്ഞാൽ ഇതാണ്, കോസ് 30 എന്ന് പറഞ്ഞാൽ ഇതാണ്, കോസ് 45 എന്ന് പറഞ്ഞാൽ ഇതാണ്, സൈൻ 30 എന്ന് പറഞ്ഞാൽ ഇതാണ്. ടേബിളിലുണ്ട്. 1 × √3 √3 ആയിട്ട് വരും. √3 × 2 2√3 ആവും. മൈനസ് 1 × 1 1 ആണ്. 2 × √3 എന്ന് പറഞ്ഞാൽ 2√3 ആണ്. ഇതിലും എളുപ്പം വേറെ ഇല്ല. എന്നിട്ട് ഇത് ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി, തീർന്നു, ആൻസർ കിട്ടി. ഇത്രയും സാധനത്തിനോട് ഈക്വലാന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതിനെ മൊത്തം കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് ഇതാക്കി മാറ്റണം. എങ്ങനെ മാറ്റും നോക്കാം. ഇതുണ്ടോ, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് കോസ് എക്സ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് x+y എന്നാണ് കിടക്കുന്നത്, ഇത് ടാൻ എക്സ് ടാൻ വൈ എന്നാണ് കിടക്കുന്നത്, ഇത് സൈൻ എക്സ് സൈൻ വൈ എന്നല്ല കിടക്കുന്നത്, സൈൻ x+y എന്നാണ് കിടക്കുന്നത്. അപ്പം ഈ സാധനം നമ്മൾ ഏകദേശം ഇതുപോലെ ആക്കണം. അതുകൊണ്ട്
സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല ഉപയോഗിക്കണം. സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല ഉപയോഗിച്ച് കഴിയുമ്പോൾ സൈൻ എക്സ് പ്ലസ് വൈ എന്നുള്ളത് സൈൻ എക്സ് കോസ് വൈ കോസ് എക്സ് സൈൻ വൈ എന്നാകും. സൈൻ എക്സ് മൈനസ് വൈ എന്നുള്ളത് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ എന്നാകും. ഇനി ഇതെല്ലാത്തിനെയും ഈ സൈൻ ബൈ കോസ് എന്ന് പറയുന്നതിന് ടാന്. അപ്പോൾ ഇവിടെ ഒരു കോസ് വരുത്തണം. അതിനു വേണ്ടി എല്ലാത്തിനെയും കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിനെ ഒരു കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇതിനെ ഡിവൈഡ് ചെയ്യണം, ഇതിനെ ഡിവൈഡ് ചെയ്യണം, ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തു. കോസ് വൈയും കോസ് വൈയും കട്ട്, കോസ് എക്സും കോസ് എക്സും കട്ട്, കോസ് വൈയും കോസ് വൈയും കട്ട്, കോസ് എക്സും കോസ് എക്സും കട്ട്. അപ്പോൾ അവസാനം ടാൻ എക്സ് ടാൻ വൈ ടാൻ എക്സ് മൈനസ് ടാൻ വൈ അങ്ങനെ കിട്ടും. എക്സാമ്പിൾ 14 എന്ന് പറഞ്ഞാൽ ഈ ടാൻ 3x കണ്ടോ, ഇതിനെ നമ്മൾ ടാൻ 2x പ്ലസ് എക്സ് എടുത്ത് എഴുതുന്നു. എന്തിനാണ് ഇങ്ങനെ എടുത്ത് എഴുതിയത്? കാരണം നമുക്ക് ഒരേ ഒരു ഫോർമുല അറിയാവുന്ന ഇതാണ് ടാൻ എ പ്ലസ് ബി. അതുപോലെ ആക്കിയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ ഇതാണ്, ബി എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ആ ഫോർമുലയാണിത്. ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുലയാണിത്. ടാൻ എ പ്ലസ് ടാൻ ബി ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ശരി, ഇനി ഈ അടിയിലുള്ള സാധനം എടുത്ത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി ടാൻ 3x അടുത്ത് നമ്മൾ ഇട്ടു. ടാൻ 3x അടുത്ത് ഈക്വൽ ടുവിന് അടിയിലുള്ള സാധനം ഇട്ടു. ഇനി ഇപ്പുറത്ത് ആ മണ്ടയുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഈ മണ്ടയുള്ള സാധനം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത്രയും ചെയ്തല്ലോ. ഇനി ഇത് ഇൻറ്റു ചെയ്യണം. ടാൻ 3x ഇൻറ്റു 1 എന്ന് പറയും ടാൻ 3x. ടാൻ 3x ഇൻറ്റു ഇത്രയും സാധനം കൂടി ചെയ്യണം. ടാൻ 3x ടാൻ 2x ടാൻ എക്സ്, ടാൻ 2x ടാൻ എക്സ് ടാൻ 3x. അത് രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ എടുത്ത് എഴുതുന്നു. ഈക്വൽ ടു ടാൻ 2x പ്ലസ് ടാൻ എക്സ്. നമ്മൾ മേൽ പറഞ്ഞായിരുന്നല്ലോ. ഈ ടാൻ 2x ടാൻ എക്സ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, ഈ വലിയ സാധനം ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. തീർന്നു. അടുത്ത 15ാമത്തെ എക്സാമ്പിൾ. ഇത്രയും സാധനം ഈക്വൽ ടു ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം. കോസ് എക്സ് ഇത്ര സാധനം എക്സ് പ്ലസ് കോസ് വൈ ഇത്ര സാധനം വൈ അങ്ങനെയാണ് ഓർമ്മ വരണം. അപ്പോൾ ആ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നു. കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈക്വൽ ടു ഇതാണ് ഫോർമുല. ഇതിനകത്തോട്ട് ഈ എക്സിന്റെ സ്ഥലത്തോട്ട് ഇത്രയും സാധനവും ഈ വൈയുടെ സ്ഥലത്തോട്ട് ഇത്രയും സാധനവും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴത്തേനും ഇങ്ങനെ ഈ ഫോർമുല കിട്ടും. ഇത്രയും വലിയ ഫോർമുല കിട്ടും. ഇതിൽ ഈ പ്ലസ് എക്സും കട്ട് ചെയ്യുന്നു, മൈനസ് എക്സും കട്ട് ചെയ്യുന്നു. പ്ലസും മൈനസും കട്ടായപ്പോഴല്ലോ. അപ്പം ഈ π/4ഉം π/4ഉം മാത്രമേ വരത്തുള്ളൂ. കണ്ടോ, π/4ഉം π/4 മാത്രമേ വരുന്നു. പിന്നെ 2 അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നു. π/4ഉം π/4ഉം കൂടെ കൂട്ടിയാൽ π/2. 2 ആക്കി എഴുതി. π/2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ π/4 ആണ്. പക്ഷെ നമ്മൾ മെയിൻ ഒരു കാര്യം മറന്നുപോയി. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെയ്തുള്ളൂ. ഇനി ബാക്കി ഇക്വേഷൻ ഇത്രയും കൂടി ചെയ്യാനില്ലേ. ഇത്രയും ചെയ്യാൻ വേണ്ടി ഇത് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. ഇങ്ങോട്ട് എടുത്ത് എഴുതിയില്ല ഇത്രയും. ഇനി ഇത് ചെയ്യുന്നു. ഈ π/4 പ്ലസ് ആണ്, ഈ π/4 പ്ലസ് ആണ്. പക്ഷേ ഈ ബ്രാക്കറ്റിന്റെ പുറത്ത് മൈനസ് ഉള്ളതുകൊണ്ട് ഇത് പുറത്തൊരു മൈനസ് ആവും. ഈ പ്ലസും ഈ മൈനസും കട്ടായി പോവും. ഈ മൈനസും പിന്നെ ബ്രാക്കറ്റ് പുറത്തുള്ള മൈനസും കൂടെ അറ്റാക്ക് ചെയ്യുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. പ്ലസ് എക്സും എക്സ് പ്ലസ് എക്സ് എത്ര 2x. അപ്പോൾ 2x എടുത്ത് എഴുതുന്നു. അടിയിലുള്ള 2 അതേപോലെ എടുത്ത് എഴുതുന്നു. 2x ഡിവൈഡ് ബൈ 2 എത്ര 2 2 കട്ടായി പോയി എക്സ് വരും. അപ്പോൾ ഇക്വേഷനിൽ എന്ത് വന്നു? 2 കോസ് ഇത്രയും സാധനം നമുക്ക് എന്താണ് കിട്ടിയത്? π/4 കോസ് ഇത്രയും സാധനം നമുക്ക് എന്താണ് കിട്ടിയത്? എക്സ്. 2 കോസ് π/4 കോസ് എക്സ്. ഈ വലിയ രണ്ട് സാധനത്തിന് ചെറുതാക്കി ഇങ്ങനെ ആക്കി നമ്മൾ കൊണ്ടുവന്നു. ഇനി കോസ് π/4 എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ നോക്കിയേ 2π/2 ആണ്. ഈ 2 2 കട്ടായി പോവും. √2 കോസ് എക്സ് ആവും. ആൻസർ കിട്ടി. ഇനി 16ാമത്തെ എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനം ഈ കോട്ടക്സിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഏറ്റവും സിമ്പിൾ ആണ്. കോട്ടക്സിന്റെ ഫോർമുല നമ്മൾ എടുത്ത് എഴുതുന്നു. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ടക്സ് ആണ്. ഈ സാധനം കണ്ടോ, ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരേ ഒരു ഫോർമുല ഉപയോഗിക്കാൻ പോവാണ്. കോസ് എ പ്ലസ് കോസ് ബി. അത് ആ അതേ തന്നെയല്ലേ കോസ് എ പ്ലസ് കോസ് ബിയുടെ ഫോർമുലയാണ് ഇത്. ഇതിനകത്തോട്ട് എയുടെ സ്ഥാനത്തോട്ട് 7x ബിയുടെ സ്ഥാനത്തോട്ട് 5x എടുത്തിടുന്നു. എന്നിട്ട് ഈ ഫോർമുല നമ്മൾ എടുത്തെഴുതി ഇത്ര എടുത്തെഴുതി. എന്നിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. അങ്ങനെ മണ്ടേ ഉള്ള ന്യൂമറേറ്റർ തീർന്നല്ലോ. ഇനി ഡിനോമിനേറ്റർ സൈൻ എ മൈനസ് സൈൻ ബി അല്ലേ ഇത്. സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഫോർമുല ഇതാണ്. എയുടെ സ്ഥാനത്ത് 7x ഇട്ട് കൊടുക്കുന്നു, ബിയുടെ സ്ഥാനത്ത് 5x ഇട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അത് ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ ഇത്രയും കിട്ടി. ആദ്യം തുടങ്ങുമ്പോഴേ പറഞ്ഞില്ലേ കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ടക്സ് ആണ്. ഇത് ന്യൂമറേറ്റർ ആണ്, ഇത് ഡിനോമിനേറ്റർ ആണ്. അതായത് മേളിൽ എഴുതുന്നതാണ് ഡിവൈഡഡ് ബൈ ഇത് താഴെ എഴുതുന്നതാണ്. ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് വെട്ടിപ്പോയി. കോസ് എക്സ് ബൈ സൈൻ എക്സ് മാത്രമേ ബാക്കിയുള്ളൂ. കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ് കോട്ടക്സ്. തീർന്നു. ചാപ്റ്റർ തീരാറായി. ഇത് എക്സസൈസ് 3.3 ആണ്, ലാസ്റ്റ് ആണ്. 24 ക്വസ്റ്റ്യൻ മാത്രമേ ബാക്കിയുള്ളൂ. നോക്കിയോ, ഇത്രേ സാധനം 10നോട് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടി ഈ ഓരോ സാധനവും ഇത് പ്ലസ് ഇത് ഈ ഓരോ സാധനവും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നു. ഒന്നാമത് കൊടുത്തിരിക്കുന്ന സൈൻ 3π/4 എന്ന് പറഞ്ഞാൽ സൈൻ π/4 ആണ്. ഇതെങ്ങനെ വന്നതെന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. സൈൻ π/4 എന്താണ്? ഈ ടേബിൾ നോക്കിയോ, കോസ് π/4 ആണ്. π/4 എന്താണ്? ഈ ടേബിൾ നോക്കിയോ, അത് ഇതാണ്.
കോസ് സ്ക്വയർ ആണല്ലോ വേണ്ടേ. അപ്പം നമുക്ക് ഇത് അര കിട്ടി. ഇതിൻ്റെ സ്ക്വയറാണ് സൈൻ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയറാണ്, അപ്പോൾ ഇതിനും അര തന്നെയാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ടേം സീക്സ് സ്ക്വയർ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ കിട്ടി. അതെങ്ങനെയാണെന്ന് ടേബിൾ നോക്കൂ. ഇതെല്ലാം കൂടെ കൂട്ടുന്നു. ഇത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, 2 ഇൻറ്റു സൈൻ സ്ക്വയർ 3 പൈ ബൈ 4 അല്ലേ. അപ്പം 2 ഇൻറ്റു അത്ര ഇതിൻ്റെ ആൻസർ പ്ലസ് 2 ഇൻറ്റു ഇതിൻ്റെ ആൻസർ പ്ലസ് 2 ഇൻറ്റു ഇതിൻ്റെ ആൻസർ ഇസ്ക്വൽ 10 കിട്ടി, തീർന്നു. ഇനി അടുത്ത് സൈൻ 75 നോക്കണം. സൈൻ 75നെ നമ്മൾ 45 പ്ലസ് 30 എന്ന് എഴുതുന്നു. എന്തിനാണ് എഴുതിയത്? നമുക്ക് അറിയാവുന്ന ഒറ്റൊരു ഫോർമുല സൈൻ എ പ്ലസ് ബി ആയതുകൊണ്ടാണ് എഴുതിയത്. സൈനിൽ എ എന്ന് പറഞ്ഞാൽ 45, ബി എന്ന് പറഞ്ഞാൽ 30. അതനുസരിച്ച് നമ്മൾ ഈ ഫോർമുല എഴുതുന്നു. സൈൻ എ കോസ് ബി കോസ് എ സൈൻ ബി, തീർന്നു. ഇനി സൈൻ 45ൻ്റെ വാല്യൂ ഇതാണ്, ടേബിളിലുണ്ട്. കോസ് 30ൻ്റെ വാല്യൂ ഇതാണ്, കോസ് 45ൻ്റെ വാല്യൂ ഇത്, സൈൻ 30യുടെ വാല്യൂ ഇത്. √3 ഇൻറ്റു 1 √3 തന്നെ, √3 ഇൻറ്റു 2 2√2 പ്ലസ് ഇത് രണ്ടും 1 ആണ്. ഇത് അതേപോലെ തന്നെ എടുത്തെഴുതി. ഇനി ഇത് ഒരുമിച്ചാക്കി എഴുതുന്നു, അത്രയോളം തീർന്നു. പക്ഷേ ഇത് ഭയങ്കര ദോഷമാണ്, ഇങ്ങനെ വരും നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇത് മാറ്റാൻ വേണ്ടി മണ്ടയിൽ ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഇത് കിട്ടും. അത്രേ ഉള്ളൂ. അടുത്ത് ടാൻ 15 കാണണം. ഇത് നേരത്തെ ഇതുപോലെ തന്നെയാണ്, ഒറ്റ ഇക്വേഷൻ അറിയത്തുള്ളൂ. ടാൻ എ മൈനസ് ബി, അതുകൊണ്ട് അതുപോലെ എഴുതുന്നു. ടാൻ 45 മൈനസ് 30 എന്ന് പറയാൻ 15 അല്ലേ. അപ്പം അങ്ങനെ എടുത്ത് എഴുതുന്നു. എ എന്ന് പറഞ്ഞ ഇത്, ബി എന്ന് പറഞ്ഞ ഇത്. ഇക്വേഷനിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടാൻ 45 മൈനസ് ടാൻ 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി, അങ്ങനെ എടുത്ത് എഴുതുന്നു. എന്നിട്ട് ഇത് ഓരോന്നിൻ്റെ വാല്യൂ എടുത്ത് എഴുതുന്നു. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്, ടാൻ 30 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ 45ൻ്റെ വാല്യൂ പ്ലസ് ടാൻ 30ൻ്റെ വാല്യൂ ടേബിൾ നോക്കി എഴുതുന്നു. ഈ 1നെ √3 ബൈ √3 എന്ന് പറഞ്ഞ് എഴുതുന്നു. 5 ബൈ 5 എന്ന് പറഞ്ഞാൽ എത്ര 1 ആണ്, അപ്പോൾ √3 ബൈ √3 എന്ന് എഴുതിയാലും 1 ആണ്. ഇതിനെ √3 ബൈ √3 എന്ന് എഴുതുന്നു. ഇതിനെ അതേപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഈ √3 കട്ടായി പോവും, ഇങ്ങനെ വരും. അടിയിൽ ഇങ്ങനെ റൂട്ട് നമ്പേഴ്സ് വരും, നമുക്ക് ഇഷ്ടമില്ല, അത് ശരിയല്ല. അതുകൊണ്ട് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ അടിയിലുള്ള സാധനത്തിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ +1 ആണെങ്കിൽ ഇവിടെ √3 +1 ആണെങ്കിൽ √3 -1 കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ ഒരു അത്ഭുതം നടക്കും. അടിയിൽ a + b a - b എന്ന് പറഞ്ഞ ഫോർമുലയാവും. +b a - bയുടെ ആൻസർ എന്താണ്? a² - b². അപ്പം ഈ മേലത്തെ സാധനം എങ്ങനെ ആവും? മേലത്തെ സാധനം ഒരേ സാധനം 2 പ്രാവശ്യം ചെയ്താൽ 4 ഇൻറ്റു 4 എത്രയാണ്? 4 സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇത് എത്രയാണ്? ഇത് സ്ക്വയർ. ഏത് ഫോർമുല? a - b ഹോൾ സ്ക്വയർ അല്ലേ. a - b ഹോൾ സ്ക്വയർ എത്രയാണ്? a² - 2ab + b². അത് ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പം ഇത്രയും കിട്ടുന്നു. ഇതെന്തായിരുന്നു? ഇത് ന്യൂമറേറ്റർ ആയിരുന്നു. ന്യൂമറേറ്റർ എടുത്ത് എഴുതി. ഇനി ഡിനോമിനേറ്റർ എന്ത് കിട്ടി? ഡിനോമിനേറ്റർ ഇവിടെ കിട്ടിയായിരുന്നു, അത് താഴോട്ട് എടുത്ത് എഴുതുന്നു. തീർന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് പടക്കേം തീർത്ത് തരാം. ഇതുണ്ടോ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇത് ഒറ്റ ഒരു സാധനത്തിൻ്റെ ഫോർമുലയാണ്. ഇത് കണ്ടോ, അതേ ഫോർമുല അല്ലേ? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ + ബിയുടെ ഫോർമുലയാണ്. എ കണ്ടോ, എ ഒരേപോലെ വന്നേക്കുന്നത്, ബി ഇത് രണ്ടും ഒരേപോലെയാണ് വന്നേക്കുന്നത്. അപ്പം ഡയറക്റ്റ് ആയിട്ട് കോസ് എ + ബി ചെയ്യുന്നു, ഇത്രയും കിട്ടുന്നു. ഈ ഒറ്റ ഫോർമുല കൂടെ കണ്ടാൽ ഈ ക്വസ്റ്റ്യൻ തീർന്നു. കോസ് π/2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആണ്. സൈൻ π/2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആണ്. അല്ലേ, ഇതേ കോസ് π/2 അല്ല അവിടെയും. കോസ് π/2 മൈനസ് തീറ്റ അതായത് x + y. അത് മൈനസ് ചെയ്താൽ സൈൻ തീറ്റ കിട്ടും. സൈൻ x + y കിട്ടും. അതാണ് ആൻസർ, തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇത് പ്രൂവ് ചെയ്യാനാണ്. ഇതിനോട് ഈക്വൽ ആണ്, പ്രൂവ് ചെയ്യാനാണ്. അത് എവിടെ കൊടുത്തിട്ടുണ്ട്? ടാൻ a + b ഡിവൈഡ് ബൈ ടാൻ a - b. ആ ഫോർമുലകൾ എഴുതുന്നു. ഇതാണ് ഫോർമുല. ഇതിനകത്ത് a എന്ന് പറഞ്ഞാൽ π/4, b എന്ന് പറഞ്ഞാൽ x, a എന്ന് പറഞ്ഞാൽ ഇത്, b എന്ന് പറഞ്ഞാൽ ഇത്. ഇതുണ്ടോ? മനസ്സിലാകുന്നില്ലേ? വണ്ടി കാശത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തേലോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇതുണ്ടോ, ഇങ്ങനെ കിട്ടും. ടാൻ π/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ടാൻ x അതേപോലെ എഴുതി. ഇത് 1 ആണ്, അതുകൊണ്ട് 1 ഇൻറ്റു ടാൻ x എന്ന് പറഞ്ഞാൽ അതേ ടാൻ x തന്നെ വരും. -1 - അതേപോലെ തന്നെ വരും. ഇങ്ങനെ വന്നു. ഇത് ന്യൂമറേറ്റർ ആണ്. ഇനി ഡിനോമിനേറ്റർ പറയാൻ പോവാണ്. ഡിനോമിനേറ്ററിൻ്റെ ഫോർമുല എന്താണ്? ടാൻ a - b ടാൻ a - b ഇതാണ്. ഇത് ഞാൻ പറഞ്ഞു. നേരെ എയിലോട്ടും ബിയിലോട്ടും ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ട് കൊടുത്തു. ഇത് 1 ആണ്, ഇതും 1 ആണ്. അങ്ങനെ നമുക്ക് ഇത് കിട്ടി. ഈ രണ്ട് സാധനം ഓർത്ത് എഴുതുവാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഇത് നമ്മൾ എടുത്തെഴുതുന്നു. ഇങ്ങനെ എടുത്തെഴുതിയാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് നേരെ തലയും കുത്തി വന്ന് ഇങ്ങോട്ട് വരും. അങ്ങനെ തലയും കുത്തി വന്ന് ഇങ്ങോട്ട് വന്നു. ഇത് രണ്ടിനും എന്നാൽ ഒരേ സാധനമല്ലേ? ഒരേ സാധനം ഇൻറ്റു ചെയ്ത് സ്ക്വയർ ആയിട്ട് മാറും. ആൻസർ കിട്ടി, തീർന്നു. കോസ് π + x എന്തായിട്ട് മാറും? കോസ് x ആയിട്ട് മാറും. എങ്ങനെ മാറി? π 2π ഇവിടെ വന്നാൽ സെയിം ഫംഗ്ഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ π അല്ലേ വന്നത്. അപ്പം കോസ് എടുത്ത് നമ്മൾ എഴുതുന്നു. ശരി, കോസ് എടുത്തെഴുതി. ഇനി π + x ASTC റൂൾ നിങ്ങൾക്ക് അറിയാമല്ലോ.
പൈ ഇവിടെയാണ്. പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, ഇവിടെ എവിടെയോട്ട് വരും. അപ്പം ഈ ക്വാഡ്രന്റ് ഏതാണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. 1, 2, മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണ് ഇത്. ഇവിടെ ടാനിന്റെ ഇൻവേഴ്സ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് നെഗറ്റീവ് എക്സ് ആയിട്ട് ഇവിടെ വന്നു. കോസ് മൈനസ് എന്ത് തീറ്റ വന്നാലും കോസ് തീറ്റ തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് എക്സ് അതേപോലെ തന്നെ എടുത്ത് എഴുതി. അതേ സ്ഥാനം തന്നെ എവിടെ തന്നിരിക്കുന്നത്? കോസ് മൈനസ് തീറ്റ, അതും കോസ് എക്സ് തന്നെയാണ്. കണ്ടോ, കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, കോസ് എക്സ് സ്ക്വയർ വന്നേ. ഇനി അടിവശത്ത് സൈൻ പൈ ആണ് വന്നത്, പൈ മൈനസ് എക്സ് ആണ് വന്നത്. പൈ വന്നാൽ സെയിം ഫംഗ്ഷൻ തന്നെ, സൈൻ തന്നെയാണ്. സൈൻ എടുത്തെഴുതി. ഇനി അടുത്ത് നോക്കിയോ, സൈൻ പൈ മൈനസ് എക്സ്. പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടാണ്, പ്ലസ് എക്സ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടാണ്, മൈനസ് എക്സ് ഇങ്ങോട്ട്. ഇവിടെ സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് തന്നെ എടുത്തെഴുതാം. ഇവിടെ മൈനസ് എക്സ് അല്ലേ, അപ്പം അതേപോലെ എടുത്തെഴുതുന്നു. ഫോർമുല ഓർത്തോണേ, സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ കോസ് π/2. ഇങ്ങനെ π/2 വന്നാൽ അതിൻ്റെ കോ ഫംഗ്ഷൻ ആണ് വരുന്നത്. π/2 അല്ലെങ്കിൽ 3π/2 ഇങ്ങനെ വന്നാൽ കോ ഫംഗ്ഷൻ വരും. കോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈനിന്റെ കോസ് ആണ്, ടാനിന്റെ കോട്ടാണ്, സീക്കിന്റെ കൊസീക്കാണ്. അപ്പൊ കോസ് π/2 എന്തായി? കോസിന്റെ ഇപ്പുറത്തെ ഫംഗ്ഷൻ സൈൻ ആണ്, സൈനായിട്ട് മാറി. അപ്പം π/2 പ്ലസ് എക്സ്. ഇവിടെ സൈൻ പോസിറ്റീവ് ആണല്ലോ, ഇവിടെ നമുക്ക് സൈൻ ആണല്ലോ കിട്ടിയത്. അവസാനം കിട്ടി കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്, കോസ് എക്സിന്റെ സ്ക്വയർ, സൈൻ എക്സിന്റെ സ്ക്വയർ. കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ്, ആൻസർ കിട്ടി. ഈ 9ാമത്തെ ക്വസ്റ്റിനും അതേപോലെ തന്നെയാണ്, പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് നോക്കി വെച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യും. 10ാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യണം. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ എന്താണ് കണ്ടോ, n+1 n+1 സെയിം അല്ലേ. പിന്നെ കോസ് ബി n+2 സെയിം അല്ലേ. എയും ബി സെയിം ആണ്. അപ്പം എ ബി കോസ് ബി സൈനസ് എൻ ബി. ഇതെന്തിൻ്റെ ഫോർമുലയാണ്? കോസ് എ മൈനസ് ബിയുടെ ഫോർമുലയാണ്. അപ്പം കോസ് എന്ന് എഴുതിയിട്ട് എ മൈനസ് ബി എഴുതുന്നു. കോസ് എന്ന് എഴുതി എ മൈനസ് ബി എന്ന് എഴുതുന്നു. n ഇൻറ്റു എക്സ്, എൻ എക്സ് 1 ഇൻറ്റു എക്സ് എക്സ് മൈനസ് ഇൻറ്റു എൻ എക്സ് എക്സ് ഇൻറ്റു 2 2x. ഈ മൈനസ് അകത്തുള്ള പ്ലസിനെ അറ്റാക്ക് ചെയ്യുമ്പം ഇവന് മൈനസ് ആയിട്ട് മാറും. ഇങ്ങനെ ആവും. ഇത്രയും കിട്ടി നമുക്ക്. പ്ലസ് എൻ എക്സും മൈനസ് എൻ എക്സും കട്ടായി പോകും. ഒരു പ്ലസ് എക്സ് മൈനസ് 2x എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആയിട്ട് വരും. അപ്പം അത് കോസ് എക്സ്, അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കോസ് മൈനസ് എന്തെങ്കിലും സാധനമാണെങ്കിൽ അത് കോസ് ആയിട്ട് വരും, പോസിറ്റീവ് ആയിട്ട് വരും, അത്രേ ഉള്ളൂ, തീർന്നു. അടുത്തത് ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് കാണുമ്പോഴേ മനസ്സിലായിക്കോണം കോസ് എ പ്ലസ് ബി ആണ്, ഇത് കോസ് എ മൈനസ് ബി ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഫോർമുല നമ്മൾ എഴുതുന്നു. ഫോർമുല എഴുതി കോസ് എയും ബി ഇട്ട് കൊടുക്കുന്നു, കോസ് എയും ബി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആവും. ഇതുപോലെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകാത്തവരൊന്ന് റിപ്പീറ്റ് അടിച്ച് കാണുക. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതും കാണുക. അതെടുത്ത് ഇങ്ങോട്ട് എഴുതുന്നു. അപ്പം മൊത്തത്തിൽ ഇങ്ങനെയായിട്ട് മാറും. ഈ 2 മൈനസും കൂടെ ഫൈറ്റ് ചെയ്ത് ഇത് പ്ലസ് ആയിട്ട് മാറും. അത് പ്ലസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത്ര സാധനം പ്ലസ് ആയിട്ടല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്, പ്ലസ് ആണ്. ഇനി ഈ മൈനസ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ അത് മൈനസ് ആയിട്ട് മാറും. അതുകൊണ്ട് മൈനസ് എഴുതിയിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇത് എഴുതിയിട്ടുണ്ട്, ഇങ്ങോട്ട് മൈനസ് എഴുതിയിട്ട് ഇത്ര സാധനം നമുക്ക് കിട്ടി. ഇത് മൈനസ് ആണ്, ഇതും കട്ടായി പോവും, പ്ലസ് ഇതും കട്ടായി പോവും, ഇതും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. മൈനസ് ഈ സാധനം മൈനസ് ഈ സാധനം അതേ വഴി എഴുതിയിരുന്നു. മൈനസ് ഈ സാധനം മൈനസ് ഈ സാധനം, ഇത് രണ്ടും ഉണ്ടല്ലോ. 5 + 5 എന്ന് പറഞ്ഞാൽ 5 × 2 എഴുതത്തില്ലേ. അതുപോലെ തന്നെ -5 + -5 -5 × 2 എഴുതത്തില്ലേ. അതേപോലെ തന്നെ മൈനസ് ഇത് പ്ലസ് മൈനസ് ഇത് = 2 × മൈനസ് ഇതെന്ന് എഴുതത്തില്ലേ. അതേപോലെ 2 × ഇവിടെ വന്നു, പ്ലസ് ബാക്കിയുള്ളത് ഇവിടെ എഴുതി. ഈ 2 × 2 വെട്ടിപ്പോയി, മൈനസ് ആൻസർ കിട്ടി. അത്രേ ഉള്ളൂ, ക്വസ്റ്റ്യൻ തീർന്നു. അടുത്തത് ഇത് പ്രൂവ് ചെയ്യാനാണ് തന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചോണേ. a² - b² = a എന്ന് പറഞ്ഞ ഇതാണ്, b എന്ന് പറഞ്ഞ ഇതാണ്. a - b × a + b, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എഴുതുന്നു. ഇനി ഇതിൽ നമുക്ക് എപ്പോഴും അറിയാവുന്ന ഫോർമുല ഉപയോഗിക്കുന്നു. sin a - sin b, sin a + sin b. കണ്ടോ, sin a - sin b ഇത്രയാണ്, sin a + sin b ഇത്രയാണ്. ഈ ഫോർമുലയ്ക്കകത്തോട്ട് r എന്ന് പറഞ്ഞാൽ a, 4x എന്ന് പറഞ്ഞാൽ b, ഇത്ര a ഇത്രയും b, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, ഇത്രയും കിട്ടും. അപ്പം ഈ സാധനം ഇങ്ങനെ ചെയ്തിട്ട് ഇതായിട്ട് മാറും. ഈ സാധനം ഇങ്ങനെ ചെയ്തിട്ട് ഇതായിട്ട് മാറും. ഇതാണല്ലോ ഇതാക്കി മാറ്റുക, ഇതാണല്ലോ ഇതാക്കി മാറ്റുക. അപ്പോൾ ഇത് രണ്ടും ഇൻറ്റു ഇത് എഴുതുന്നു, ഇൻറ്റു ചെയ്ത് ഇങ്ങനെ എഴുതുന്നു. ഇത്രയും കിട്ടിയില്ലേ. ഇതെടുത്ത് ഇങ്ങനെ അങ്ങ് എഴുതുന്നു. ഇതെങ്ങനെ വന്നു ഒന്നും മനസ്സിലായി കാണത്തില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ 2 കണ്ടോ, 2 × 2 4 അല്ലേ. 4 ആക്കി എഴുതി, ബാക്കി അതേപോലെ തന്നെ വന്നു. sin 5x cos 5x sin 5x ഉണ്ട്,
ഇനി സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്, സൈൻ എക്സ് കോസ് എക്സ്. ഇത് രണ്ടും ഇൻറ്റു ഇതാണ് നമ്മൾ ഇതാക്കിയേക്കുന്നത്. ഇനി ഈ 4 കണ്ടില്ലേ, ഇത് ഈ 4 ആയിട്ടല്ല, ഇവിടെ ഒരു 2 ആയിട്ടും ഈ സൈൻ്റെ കൂടെ 2 ആയിട്ടും പിന്നെ ഇവിടെ 2 ആയിട്ട് നമ്മൾ മാറ്റി എഴുതുന്നു. ഈ 4നെ ഇങ്ങനെ 2 ആയിട്ട് വീതിച്ചെഴുതുന്നു. അപ്പോൾ എന്താണ് കിട്ടിയത്? 2 സൈൻ ഒരു തീറ്റ കോസ് ഒരു തീറ്റ. അത് തീറ്റ ഒന്നാണല്ലോ, 5x ആണല്ലോ. 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ ആണ്. അപ്പം സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 5x ആണ്. 2 × 5x എന്ന് പറഞ്ഞാൽ 10x. സൈൻ 10x, സൈൻ 10x ആയിട്ട് ഇത് മാറും. 2 സൈൻ എക്സ് കോസ് എക്സ് ആണ് ഇനി ബാക്കിയുള്ളത്. ഇത്തരത്തിന് നമ്മൾ ഉടായ്പെല്ലാം കാണിച്ച് മാറ്റിയില്ല. ഇനി 2 സൈൻ എക്സ് കോസ് എക്സ് ബാക്കിയുണ്ട്. 2 സൈൻ എക്സ് കോസ് എക്സ് ഇങ്ങനെ എഴുതുന്നു. ഇതും അതേ തന്നെ 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എടുത്തെഴുതുന്നു. അപ്പോൾ സൈൻ 2x കിട്ടി, സൈൻ 10x കിട്ടി, സൈൻ 2x കിട്ടി. രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുന്നു. സൈൻ 10x 2x. ആൻസർ തീർന്നു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോട്ട് 4x തന്നിട്ടുണ്ട്. ഇത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞാണ്, സൈൻ എ പ്ലസ് സൈൻ ബി ആണ്. സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഫോർമുല ഇതാണ്. അത് ചെയ്തിട്ട് ആൻസർ കിട്ടും. ഈക്വൽ ടു കോട്ടെക്സ്. കോട്ടെക്സ് അതേപോലെ എഴുതിയിട്ട് സൈൻ എ മൈനസ് സൈൻ ബി ആണ്. ഇവിടെ സൈൻ എ പ്ലസ് സൈൻ ബി ആയിരുന്നു, സൈൻ എ മൈനസ് സൈൻ ബി ആണ്. അത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആൻസർ കിട്ടും, ഇവിടെ ആൻസർ കിട്ടും, ഇവിടെ കോട്ടെക്സും കിട്ടും. അതേപടി ചെയ്ത് ഇത്തരം ചെയ്തു ഇതിന് കുറേ പറഞ്ഞാൽ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ വരും. ഇപ്പുറത്ത് LHS എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോട്ട് 4x ഈ സാധനം വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ ഈക്വൽ ടു അപ്പുറത്തുള്ള സൈഡിൽ കോട്ട് 4x ഇത്ര സാധനം വരും. ഇനി ഒറ്റ കാര്യങ്ങളുള്ളൂ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണ്. ഈ കോട്ട് 4x എന്ന് പറഞ്ഞാൽ കോസ് 4x മൈനസ് സൈൻ 4x ആണ്. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. അങ്ങനെ എഴുതി. ഇത് നമ്മളങ്ങനെ എഴുതി, ഇത് നമ്മളങ്ങനെ എഴുതി, രണ്ടും എഴുതി. ഇനി ഈ സൈൻ 4x ഈ സൈൻ 4x വെട്ടും, ഈ സൈൻ എക്സും ഈ സൈൻ എക്സും വെട്ടും. എന്നിട്ട് ഇതാക്കി രണ്ടും ഇതായി കിട്ടി. ഇത് ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്. ഇത് രണ്ടും ഒരേ സാധനമാണ്. അതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു LHS ഈക്വൽ ടു RHS തീർന്നു. അടുത്തത് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് കണ്ടോ, കോസ് എ മൈനസ് കോസ് ബി അല്ലേ, കോസ് എ മൈനസ് കോസ് ബി എഴുതി. കോസ് എ മൈനസ് കോസ് ബിയുടെ ഫോർമുല ഇതാണ്. ഇതിനകത്തോട്ട് എ ഇതും ബി ഇതും ഇട്ട് ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പം ഇത് കിട്ടും. താഴെ നോക്കിയോ, സൈൻ എ മൈനസ് സൈൻ ബി അല്ലേ, A 17x B 3x. ഏതാണ്? A 17x B 3x. അതനുസരിച്ച് നമ്മൾ ചെയ്തു, ഇത് കിട്ടി. ഇതുകൊണ്ടോ ഇത് രണ്ടും ഡിവൈഡ് ചെയ്തേക്കുന്നല്ലേ, അപ്പോൾ അത് ആൻസർ രണ്ടും ഡിവൈഡ് ചെയ്യുന്നു. 2 × 2 കട്ടാക്കുന്നു. സൈൻ 7x കട്ടാക്കുന്നു. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. സൈൻ 2x കോസ് 10x ഇത് വന്നു. മൈനസ് മണ്ടയുണ്ട്, മൈനസ് ഉണ്ട്. തീർന്നു, ആൻസർ കിട്ടി. അടുത്ത 17. സൈൻ എ പ്ലസ് സൈൻ ബി ഫോർമുല എഴുതി. സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഫോർമുല ഇതാണ്. എ എന്ന് പറഞ്ഞാൽ 5x, ബി എന്ന് പറഞ്ഞാൽ 3x. കോസ് എ പ്ലസ് കോസ് ബി, കോസ് എ പ്ലസ് കോസ് ബി അതേപോലെ തന്നെ കോസ് എ പ്ലസ് കോസ് ബിയുടെ ഫോർമുല ഇതാണ് എഴുതി. എ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് 5x ആണ്, ബി എന്ന് പറഞ്ഞാൽ 3x ആണ്. അതിനകത്തോട്ട് ചെയ്യുന്നു. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ഇത് കിട്ടും, ഇതും കിട്ടും. ന്യൂമറേറ്റർ ഇതും ഡിനോമിനേറ്റർ ഇതും കിട്ടും. രണ്ടും വെട്ടിപ്പോയി. കോസ് എക്സും വെട്ടിപ്പോയി. സൈൻ 4x കോസ് 4x വരും. അപ്പോൾ tan 4x ആയി ആൻസർ കിട്ടി. തീർന്നു. ഇനി 18ാമത്തെ സൈൻ എ മൈനസ് സൈൻ ബി. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്, വൈ എന്ന് പറഞ്ഞാൽ വൈ തന്നെയാണ്. എക്സും വൈ തന്നെയാണ്. അപ്പോൾ അതിട്ട് ചെയ്ത് കഴിയുമ്പം ഇത് രണ്ടും നമുക്ക് ആൻസർ കിട്ടും. ഇത് രണ്ടെന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. തീർന്നു, ആൻസർ കിട്ടി. അടുത്ത് സൈൻ എക്സ് പ്ലസ് സൈൻ എ മണ്ടയിലും കോസ് എക്സ് പ്ലസ് കോസ് വൈ താഴെയും ആണല്ലോ. സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഫോർമുല ഇത്, കോസ് എ പ്ലസ് കോസ് ബിയുടെ ഫോർമുല ഇത്. എയിലും ബിയിലും അവിടെ ഉള്ള സാധനം ഇട്ട് കൊടുക്കുന്നു. ന്യൂമറേറ്ററിൽ എ എക്സ് ആയിരുന്നു, ബിയിൽ 3x ആയിരുന്നു. അത് ഇട്ട് കൊടുത്ത് ചെയ്ത് കഴിയുമ്പോൾ ഇത് കിട്ടും. ഡിനോമിനേറ്റർ അതേപോലെ തന്നെ ഈ ഫോർമുല ഇട്ട് കൊടുത്ത് ചെയ്ത് കഴിയുമ്പോൾ ഇത് കിട്ടും. അത് ഈ ന്യൂമറേറ്റർ കിട്ടിയ സാധനം എടുത്തെഴുതുന്നു. വെട്ടുന്നു, ഇതും വെട്ടുന്നു, 2 വെട്ടുന്നു. ഈ കോസ് എക്സും വെട്ടിപ്പോകുന്നു. സൈൻ 2x ഡിവൈഡഡ് ബൈ കോസ് 2x ഈക്വൽ ടു ടാൻ 2x. സൈൻ ബൈ കോസ് ടാൻ ആണല്ലോ, അതുകൊണ്ട് അടുത്ത മണ്ടേൽ സൈൻ എ മൈനസ് സൈൻ ബി ആണ്. സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഫോർമുല എഴുതി, ഇതെഴുതി. എക്സും 3x അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. 2x ആണ് ഇത്തരത്തിന് ആൻസർ. 2x ആണ്. അതായത് 2 cos 2x ഇത്രയത്തിന് ആൻസർ ഇതാണ്. -x നമുക്ക് കിട്ടും. സൈൻ -x എന്ന് പറഞ്ഞാൽ -x ആണ്. ആ മൈനസ് ആണ് ഇവിടെ വന്നത്. എന്നിട്ട് sin x നമ്മൾ ഇവിടെ തന്നെ എഴുതി. ഇങ്ങനെ വന്നു. ഓർത്ത് വെച്ചോണേ, cos 2xന്റെ ഫോർമുല ആണിത്. cos square x മൈനസ് sin square x. അതിന്റെ മൈനസ് പുറത്തെടുത്താൽ cos square x മൈനസ് sin square x തന്നെ ആയി. ഈ ഫോർമുല തന്നെ ആയി. ഈ ഫോർമുല വരാൻ വേണ്ടിയാണ് നമ്മൾ മൈനസ് പുറത്തെടുത്തത് കേട്ടോ. എന്നിട്ട് cos 2x അവിടെ ഇട്ട് കൊടുക്കുന്നു. ഈ ഫോർമുല അല്ലേ. ഈ സാധനം ഇവിടെ വന്നുകൊണ്ട് ഇതുണ്ട്. ഈ സാധനം ഇവിടെ വന്നു. ഇത് ഇതിനോട് ഈക്വലാണ്. ഇത് രണ്ടും ഒന്നാണുകൊണ്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. -cos 2x വന്നു. അത്രേ ഉള്ളൂ. എന്നിട്ട് ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്റർ എഴുതി. ബട്ടന്റെ സാധനങ്ങൾ ഇവിടെ വെട്ടി. ഇത് മൊത്തം വെട്ടിപ്പോൾ sin x മാത്രമേ ഉള്ളൂ. 2 sin x എഴുതി. അത്രേ ഉള്ളൂ. അടുത്തത്
ഇത് നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യാം. അതേ സെയിം ഫോർമുല ഉപയോഗിക്കാൻ പോകുന്നത് 3 സാധനങ്ങൾ ഉണ്ടല്ലോ എന്ന് ഓർക്കണ്ട. ഈ നടുക്കത്തെ നമ്മൾ എടുക്കുന്നില്ല. കോസ് എ പ്ലസ് കോസ് ബി സൈൻ എ പ്ലസ് സൈൻ ബി, ഈ നടുക്കത്തെ സാധനം എടുക്കുന്നില്ല. ഇതാണ് നമ്മുടെ കോസ് എയും കോസ് ബി സൈൻ എ സൈൻ ബിയും. അതുപോലെ ഫോർമുല എഴുതി. ഇതാണ് ഒന്നാമത്തെ ഫോർമുല, ന്യൂമറേറ്ററിൻ്റെ ഫോർമുല. ഇതാണ് ഡിനോമിനേറ്ററിൻ്റെ ഫോർമുല. ഡിനോമിനേറ്റർ ഫോർമുല എ എന്ന് പറഞ്ഞിട്ട് ബി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കിട്ടി. ന്യൂമറേറ്റർ ചെയ്ത് വരുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും, ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും വരും. അപ്പോൾ ഇത് ആൻസർ കിട്ടി. ഡിനോമിനേറ്റർ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും, ഇത് ചെയ്ത് കഴിയുമ്പോൾ എക്സ് ആയിട്ടും വരും, ഇത് ചെയ്ത് കഴിയുമ്പോൾ 3x ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ കിട്ടി. ന്യൂമറേറ്റർ ഇതും ഡിനോമിനേറ്റർ ഇതും കിട്ടി. ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ നടുക്കത്തെ സാധനമില്ലേ, ഇതാണ് cos 3x sin 3x, cos 3x sin 3x അങ്ങനെ എഴുതി. ഈ ആൻസർ ഇങ്ങനെ എഴുതി. ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇത് രണ്ടും വെട്ടിപ്പോവും. cos 3x sin 3x എന്ന് പറഞ്ഞാൽ cot 3x ആണ്. cos sin എന്ന് പറഞ്ഞാൽ കോട്ടാണ്, അത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം cot 3x ആൻസർ വന്നു, തീർന്നു ക്വസ്റ്റ്യൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 2xന്റെ ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് പഠിച്ചിരിക്കുന്നത്, ഇത് കാണാൻ പഠിക്കണം. ഇതാണ് tan 2xന്റെ ഫോർമുല. tan 4xനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, tan 2 into 2x എന്ന് എഴുതുന്നു. tan 2xന്റെ ഫോർമുല അല്ലേ ഈ tan 2. ഇത്രയും സാധനം നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതി, ഇത്ര നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഈ എക്സ് കണ്ടോ, ഈ എക്സ് ആണ് ഇവിടെ 2x ആയിട്ട് മാറിയത്. ഇവിടെ 2 tan x ആണ്. മണ്ടലിന്റെ ഫോർമുല 2 tan x ആണ്. ഇവിടെ 2 tan 2x ആയിട്ട് മാറി. എക്സിന് പകരം 2x അല്ലേ, ഇവിടെ എക്സ് ആയിട്ട് മാറി. ഇവിടെ എക്സ് ആണ്, ഇവിടെ നമ്മൾ 2x ആക്കി. ഇല്ല, ഈ tan 2xന്റെ സ്ഥാനത്തോട്ട് ഈ വലിയ സാധനം നമ്മൾ എടുത്തിരുന്നു. tan 2x എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ, tan 2x എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ. ഈ സാധനം എടുത്ത് ഇങ്ങോട്ട് എടുത്തിരുന്നു. അടിയിലും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ന്യൂമറേറ്റർ എന്തായിട്ട് മാറും, 2 into 2 4 tan x ആയിട്ട് മാറും, 4 tan x ആയിട്ട് മാറും. ഈ സാധനം ഇതേ എവിടെ എഴുതി. ഇതാണ് ന്യൂമറേറ്റർ. ഇനി ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും, ഈ സ്ക്വയർ ഇവിടെ വീഴുമ്പോൾ 2 into 2 4 ആയിട്ട് മാറും. ഈ സ്ക്വയർ ഇങ്ങോട്ട് വീഴുമ്പോൾ tan square x ആയിട്ട് മാറും. താഴോട്ട് സ്ക്വയർ വീഴുമ്പം ഇതിന് മൊത്തത്തിൽ വേറെ സ്ക്വയറും കൂടെ വീഴും, അത്രേ ഉള്ളൂ. പിന്നെ ഈ 1 ഉണ്ടല്ലോ, 5/5 എന്ന് പറഞ്ഞാൽ 1, മാംഗോ ബൈ മാംഗോ എന്ന് പറഞ്ഞാൽ 1, പഴം ബൈ പഴം എന്ന് പറഞ്ഞാൽ 1. അതുകൊണ്ട് ഈ 1നെ നമ്മൾ ഈ സാധനം ബൈ ഈ സാധനം ഒന്ന് എടുത്തെഴുതുന്നു. എന്തിനാ അങ്ങനെ എഴുതിയിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. 1നെ നമ്മൾ ഇങ്ങനെ എഴുതി കണ്ടോ, ഈ സാധനം a minus b the whole square പോലാണ്. a minus b the whole square എന്ന് പറഞ്ഞാൽ ഇതാണ് a square minus 2ab plus b square ആണ്. അപ്പം ഈ ഫോർമുലയ്ക്കകത്തോട്ട് a എന്ന് പറഞ്ഞാൽ 1ഉം b എന്ന് പറഞ്ഞാൽ ഇത്ര സാധനമുണ്ട്, tan square x-ഉം, a എന്ന് പറഞ്ഞാൽ 1, b എന്ന് പറഞ്ഞാൽ tan square x, ഇത്രയും സാധനം tan square x. ഇത്രയും സാധനം നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടി. അത് എടുത്തെഴുതി. ബാക്കി ഈ സാധനം അതേപോലെ തന്നെ, അടിയിൽ സാധനം അതേപോലെ തന്നെ. ഈ 4ഉം ഈ 2ഉം കൊണ്ട് കൂട്ടി 6 ആയി. അങ്ങനെ ഇങ്ങോട്ട് എടുത്തെഴുതി. പ്ലസ് ഈ സാധനം മാത്രം tan raised to 4x, അടിയിലുള്ളത് അതേപോലെ തന്നെ. ഇത്രയും നമ്മൾ ചെയ്ത് എന്തായിരുന്നു, ഇതാണ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്താണ്, ഇതാണ് ന്യൂമറേറ്റർ. അപ്പം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒരുമിച്ച് എടുത്തെഴുതുക. ന്യൂമറേറ്റർ എഴുതി, ഡിനോമിനേറ്റർ എടുത്തെഴുതി. നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇത് ഇങ്ങനെ a/b ഹോൾ ഡിവൈഡഡ് ബൈ c/d വന്ന ഇത് നേരെ തലംകുത്തി വരും. ഈ സാധനം ഇവിടെ വരും, ഈ സാധനം ഇവിടെ വരും. കാണിച്ചു തരാവേ. ഈ അടിയുണ്ടായ 2 സാധനം നേരെ തലംകുത്തി ഇവിടെ നേരെ വന്നു. 2 ഇൻറ്റു ഇതെഴുതി ആൻസർ കിട്ടി, തീർന്നു. ഇതാണ് പ്രൂവ് ചെയ്യണം. ഈ ഫോർമുല നിങ്ങൾ കാണാൻ പഠിക്കണം. cos 4x എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനമാണ് cos 4x. ഇനി ഇത് കണ്ടോ, sin 2θ എന്ന് പറഞ്ഞ ഇവിടെ ഇല്ലേ, ഇതേ ഫോർമുല നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. sin 2θ = 2 sin θ cos θ. ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. പിന്നെ ഈ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആവും. അങ്ങനെ 2 sin x cos x ആയിട്ട് മാറും. അതുപോലെ തന്നെ 2 sin x cos x ആയിട്ട് മാറി. സ്ക്വയർ ഉണ്ടായിരുന്നുകൊണ്ട് ഇവിടെ മറ്റേ സ്ക്വയർ ഉണ്ടായിരുന്നുകൊണ്ട് 2 സ്ക്വയർ ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇത്രയും സാധനം നമ്മൾ ഇതാക്കി എഴുതിയിട്ടുണ്ട്. sin square 2x എന്ന് പറഞ്ഞാൽ കേട്ടോ, sin square 2x എന്ന് പറഞ്ഞാൽ ഇത്രയും ആക്കി എഴുതിയിട്ടുണ്ട്. ഇത്ര ആക്കി എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം 4 into 2 8 ആയിട്ട് മാറി. ബാക്കി അതേപടി കിട്ടി, തീർന്നു, ആൻസർ കിട്ടി. ലാസ്റ്റ് മെയിൻ കാര്യം, ഇതെല്ലാം കൂടി എക്സ്പീരിയൻസ് ഇല്ലാത്ത നിങ്ങൾ ചെയ്യാൻ നോക്കിയാൽ ഫുള്ള് ചീറ്റി പോകും. ഫുൾ A+ കിട്ടുന്നതിന് തടയുന്ന A to Z പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തന്ന് ഡെയിലി എന്തൊക്കെ ചെയ്യണമെന്ന് ഫുൾ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തന്ന് രാവിലെ നിങ്ങളെ വിളിച്ചെഴുന്നേപ്പിച്ച് സ്റ്റഡീസിലെ ഡൗട്ട് സോൾവിങ്, അക്കൗണ്ടബിലിറ്റി കോച്ച്, ഡയറക്റ്റ് കോൾസ് ഇതെല്ലാം തന്ന് ഞാൻ ചെയ്ത ടിപ്സും ട്രിക്സും എല്ലാം പറഞ്ഞുതരാം. ഈ നമ്പർ വാട്സ്ആപ്പ് ചെയ്യേ. ചാനൽ വീഡിയോസ് എല്ലാം കണ്ട് വിശ്വാസമായിട്ട് മതി. നിങ്ങൾ +1 സ്റ്റുഡന്റ് ആണെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം വലിയ ഡിസ്കൗണ്ട് കിട്ടും. പെട്ടെന്ന് മെസ്സേജ് അയക്കുക.